ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്? യൂട്യൂബ് ചാനലിൻ്റെ ജോലികളും വീട്ടിലെ ജോലികളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാനായിട്ട് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരാമോന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ടൈം മാനേജ് ചെയ്യാനായിട്ട് ചെയ്യുന്നതെന്നുള്ള ടിപ്സൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കാൻ മടി പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ ഫുൾ പ്ലാനിങ്ങും തെറ്റിപ്പോകും. അപ്പോൾ ലേറ്റ് ആകും തോറും നമ്മുടെ ഓരോരോ കാര്യങ്ങളും ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മടി കൂടാതെ രാവിലെ എണീക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, രാത്രിയിൽ കിടക്കുമ്പോൾ തന്നെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം മാത്രമേ കിടക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ കയറുമ്പോഴത്തേക്കും മടുപ്പ് കൂടാതെ പെട്ടെന്ന് ജോലികൾ തീർക്കാനായിട്ട് തോന്നും. അതേസമയം പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുകയും കിച്ചണിൽ പാത്രങ്ങളൊക്കെ നിരന്ന് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കിത് എവിടെ തുടങ്ങണം, എന്ത് ജോലി ആദ്യം ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അതോടുകൂടി കുറേ സമയം അത് അവിടെ പോയി കിട്ടും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ രാവിലെ നമ്മുടെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തും കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം കേട്ടോ. ഇനിയിപ്പം അടുത്തതായിട്ട് ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം തന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള മീല് പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മീല് പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ വാങ്ങാം. നിങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം. ഞാൻ സാധാരണ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തലേ ദിവസം പ്ലാൻ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കറി ലീവ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നല്ലോ എങ്ങനെയാണ് ഡ്രൈ ആക്കിയിട്ട് ടിന്നിലിട്ട് വെക്കുന്നതെന്ന്. അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുറേ അധികം ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ കുറേ അധികം സമയ ലാഭമുണ്ട്. അതുപോലെ മീൽ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കട്ട് ചെയ്ത് തലേന്ന് തന്നെ വെക്കുക. അപ്പോൾ തലേന്ന് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വൈകുന്നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ രാവിലെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. രാവിലെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമുക്ക് ടെൻഷനാകും, ധൃതിയാകും, പണികൾ സമയത്തിന് തീരുമോ എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ വരും. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള കട്ട് ചെയ്ത് വെക്കരുതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സവോള കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ തക്കാളിക്കറിയുടെയും കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറിയാണ് കേട്ടോ. അങ്ങനെ തക്കാളിക്കറി റെഡിയാക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോഴത്തേക്കും ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടും. അതേസമയം നമ്മളൊരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് ഒതുങ്ങിയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കാറാണ് പതിവ്. 1-2 തേങ്ങ ഒന്നിച്ച് ചിരണ്ടിയിട്ട് അതിങ്ങനെ ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് അത് ഓവനിലൊരു 30 സെക്കൻഡ് ചൂടാക്കുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചറിലേക്ക് വരും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം, അവർക്ക് സമയമുള്ളപ്പോൾ. ഇപ്പോൾ ഇവിടെ ദിനു 8:30 ഓഫീസിൽ പോകേണ്ടതാണ്. രാവിലെ 5:30 ആകുമ്പോൾ എണീറ്റ് 6 മണിക്ക് ജിമ്മിൽ പോയാൽ 7:30 ആകുമ്പോൾ വരും. എന്നിട്ട് 8:30 ആകുമ്പോഴത്തേക്ക് ഓഫീസിലേക്കും പോകും. അതിനിടയ്ക്കായിട്ട് വേസ്റ്റ് കെട്ടി വയ്ക്കുകയും അതുപോലെ തന്നെ പാത്തുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ടൈം കുറച്ച് കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള ഹെൽപ്പുകൾ ചെയ്തു വരുമ്പോഴത്തേക്കും ആ ഒരു ടൈം നമുക്ക് ലാഭമാകും. അല്ലെങ്കിൽ നമ്മൾ അതിനും കൂടെ ടൈം കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവരുടെ ടൈം അനുസരിച്ചിട്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അടുത്തൊന്നും നിൽക്കേണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബാക്കി ജോലികൾ തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ നമുക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് അത് ചെയ്ത് തീർക്കാം.
തീർക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കും. കുക്കിങ്ങും കഴിയും, അതേസമയം നമ്മുടെ ആ ഒരു ജോലിയും കൂടെ അവിടെ ഒതുങ്ങും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും പഴവും അതുപോലെ തന്നെ തക്കാളിക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഈ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പഴം ഇട്ടിട്ടുള്ള പുട്ടാണ്, അതായത് ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിലും ഏത്തപ്പഴം ഒന്നും കഴിക്കില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളും കേട്ടോ. ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുട്ടും ഏത്തപ്പഴം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള തക്കാളിക്കറിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അതിലും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കഴിഞ്ഞു. ഇതിന് പുട്ടും തക്കാളിക്കറിയും കഴിച്ചു വന്നിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇനി ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിനെ സ്കൂളിൽ വിടുന്നില്ല, പാത്തുവിന് ജലദോഷമാണ്. ഇപ്പോൾ സ്കൂളിൽ പോയി വരുമ്പോൾ മിക്ക ദിവസങ്ങളിലും ജലദോഷമോ പനിയോ ചുമയോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ക്ലൈമറ്റും അത്ര നല്ല ക്ലൈമറ്റൊന്നുമല്ല, പിന്നെ കുഞ്ഞുങ്ങളല്ലേ, പെട്ടെന്ന് അസുഖങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിൽ വിടണ്ടെന്ന് വിചാരിച്ച് ജലദോഷം ഒന്ന് കുറയട്ടെ എന്ന്. അപ്പം ദിനു ഓഫീസിലേക്ക് ഇറങ്ങി. ഇനിയിപ്പം പാത്തുവിന് ഫുഡ് കൊടുക്കണം. ഈ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ദിവസത്തിൽ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടായിരിക്കും. അപ്പം പാത്തു പെട്ടെന്ന് കഴിക്കാനായിട്ട് ഞാൻ അവളുടെ അടുത്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോയ്സ് അവളുടെ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തിനേലും കുറിച്ച് സംസാരിച്ചുകൊണ്ടോ അവളുടെ മൈൻഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയോ ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഓർക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോളും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാർട്ടൂണും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പാത്തൂന് ഫുഡ് കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. ഞാൻ തക്കാളിക്കറിയും പുട്ടും കൂടെയാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്നല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് പോകും. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ പകുതിയിലധികം സമയം പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കങ്ങനെ പലതവണ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോണ് മാക്സിമം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുക. ഇനിയിപ്പോൾ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ തന്നെ വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണി നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അന്നന്ന് കഴുകുന്നവരാണെങ്കിൽ അന്നന്ന് ഇടുക. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ കഴുകുന്നവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുക. എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. പിന്നെ പാത്രം കഴുകുമ്പോഴത്തേക്കും വലിയ പാത്രങ്ങളെല്ലാം ഒന്നിച്ച് കഴുകാനും തവി സ്പൂണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴുകാനായിട്ടൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് സമയം നമുക്ക് ലാഭമായിട്ട് കിട്ടും. കാരണം നമ്മൾ വലിയ പാത്രങ്ങളുടെ കൂടെ സ്പൂണുകൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വലിയ പാത്രങ്ങൾ ഒന്നിച്ചും ചെറിയ പാത്രങ്ങൾ ഒന്നിച്ചും അങ്ങനെയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ക്വിക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റൂമിലെ കർട്ടൻ ഊരി കഴുകിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാളിലെ കർട്ടനും ഊരി കഴുകി എന്നിട്ട് അത് അയൺ ചെയ്ത് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം പെട്ടെന്ന് വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പോയാലും മതി, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അറേഞ്ച് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തൂത്തും കൂടെ വാരിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് സമയം ലാഭമാകുക. കാരണം നമ്മൾ എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ തൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതേസമയം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി ആ കൂട്ടത്തിൽ തൂത്ത് വാരിയും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ് ജോലികൾ തീർക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ തൂത്തൊക്കെ വാരി കഴിഞ്ഞിട്ട് ഡസ്റ്റിങ് ചെയ്യാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഡസ്റ്റിങ് ചെയ്തിട്ട് തൂത്ത് വാരുമായിരുന്നു. അങ്ങനെ തൂത്ത് വരുമ്പോൾ വീണ്ടും പൊടിയായിട്ട് നമ്മുടെ ഈ ഒരു ടേബിള് ചെയറൊക്കെ ഇരിക്കും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തൂത്ത് വാരി കഴിഞ്ഞിട്ട് ഡസ്റ്റിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഡസ്റ്റ് ഒന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതേ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതേ സ്ഥാനത്ത് തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എടുക്കാനായിട്ട് തപ്പി നടക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരു സ്ഥാനത്ത് തന്നെ ആ സാധനം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കുമ്പോഴാണ് നമുക്ക് കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബെഡ്റൂമൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ് പോകുമ്പോൾ നമുക്ക് ബെഡ് ക്ലീൻ ചെയ്തിട്ട് പോകാൻ പറ്റില്ല, കാരണം അവർ എണീറ്റിട്ടുണ്ടാവില്ല. അപ്പം ആരാണോ അവസാനം എണീക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും എണീറ്റ് പോയതിന് ശേഷം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലതായിട്ട് വിരിച്ച് വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അന്നുള്ള തുണികൾ മടക്കി വെക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. തുണികൾ ഒരുപാട് ദിവസത്തെ ഒന്നിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും മടി പിടിച്ച് ഒത്തിരി തുണിയാകും നമുക്ക് മടക്കാനായിട്ട്. അതിലും ഭേദം അന്നുള്ള തുണികൾ അന്നന്ന് മടക്കി അതാത് സ്ഥാനത്ത് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി ഒതുങ്ങും. അങ്ങനെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരാതിരിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം, അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ സ്നാക്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർക്ക് എടുക്കാൻ പാകത്തിന് ടേബിളെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്തില്ല. അത് ഇത് താന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാത്തുവിനുള്ള വെള്ളവും ഇടയ്ക്ക് കഴിക്കാനായിട്ടുള്ള സാധനമൊക്കെ എടുത്ത് ടേബിളെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത് എനിക്ക് ഫ്രീ ടൈമാണ്. രാത്രി ആകുമ്പോൾ മാത്രം എനിക്കിനി കിച്ചണിൽ കയറി കുക്ക് ചെയ്യും. അതുപോലെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിറ്റേ ദിവസത്തേക്ക് അതും കൂടെ ഒന്ന് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റിങ്, എൻ്റെ വീഡിയോ എഡിറ്റിങ്, കണ്ടൻറ്റ് റൈറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ പാത്തുവിനെ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട്, അവൾ പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ വേണം തീരുമാനിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല സിറ്റുവേഷൻ ആയിരിക്കും ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യം എന്താണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സമയം കണ്ടെത്താനായിട്ട് പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുന്നേ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, അതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ തീരുമാനിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 പേര് മാത്രമേ ഉള്ളൂ, നമ്മുടെ 3 പേരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതേസമയം വേറൊരു ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ടായിരിക്കും താമസിക്കുക. അപ്പോൾ അവിടെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റൂ. എല്ലാവരും ലൈഫിൽ സ്ഥിരമായിട്ടൊരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കുക, ആ ഒരു റുട്ടീൻ അനുസരിച്ചിട്ട് ആ റുട്ടീൻ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.